എപ്പോഴും ഞാൻ പോയിട്ടില്ലേ 12 മണിക്ക് അവള് നീച്ച അല്ലേ? അവിടെ കിണറാണ് നോക്കട്ടെ ഞാൻ കിണർ നോക്കിയത് ആ കിണർക്ക് ഞാൻ രണ്ടാളടിച്ചാല് തട്ടം കേറിക്കണ്ട അപ്പൊ ഞാൻ വരുന്നതല്ല കീറിയ തട്ട ഉപയോഗിക്കാൻ പാടില്ല. എന്റെ ഒരു പെങ്ങളെ പേരവിടെ കാറ്റിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയത് ഞാനെന്നെ അറിഞ്ഞിട്ടന്നല്ലേ എന്താ ഇതിനൊക്കെ ചെയ്യാ. ഇത്രയും വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയൊരു പേര കാട്ടിയ കാട്ടലാണുള്ളത്. എന്താ കേസ് ഇതിന് ചെയ്യാ? ഇന്നലെ ഫ്ലാറ്റ് ആക്കാൻ നിന്നതാ. അപ്പൊ ഇപ്പൊ എന്തെന്നെ ആയാലും അവിടെ ഫ്ലാറ്റ് ആക്കാൻ അയക്കൂല. അവിടെ കൊറേ ഇംഗൃതങ്ങളുണ്ടല്ലോ. ഇടക്ക് വള്ളിയിലുണ്ടാവണോണ്ട് ഏതാന്നൊന്നും അറിയില്ല. എന്നാലും പറഞ്ഞു ക്ലിപ്പ് ഇട്ട കുഞ്ഞോളാണിത്. അപ്പൊ ഇതേപോലെയുള്ള ഒരു ക്ലിപ്പ് കാണുന്നുണ്ടെങ്കിൽ മെസ്സിന്റെ പല്ലിന് ക്ലിപ്പ് ഇട്ട കണ്ടങ്ങള് അടുത്ത് പോയി വെക്കാനുള്ള കാണാ. പ്ലാസ്റ്റിക് ചലക്കുവോ ചലക്കുവോ പുതിയാപ്പിളോട് ചലക്കുവോ? ഓനവിടെ കുയിന്തും പോരും കാട്ടി നിന്നോട്ടെ കേട്ടോ. ജോനെ നന്നാക്കാൻ നിൽക്കണ്ട. എന്ത് കോളിഫ്ലവർ ആണെന്ന് തോന്നുന്നു. വെറുതെ എന്തിനാണ് ഈ നിക്കണോടത്ത്? അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് ഹൗസിങ് യൂണിഫോം കിട്ടാത്തോണ്ട് ഇന്ന് അബ്രുവിന് ഇതാട്ടോ ബ്ലാക്ക് കളർ യൂണിഫോം. ശരിക്കും ഹൗസിങ് യൂണിഫോം ഇതാ ഇവന്റെ പോലത്തെ പച്ചയാണ് ഉണ്ടാവുക. ഇവർക്കും പച്ചന് എന്നാ ബാൻ ചെരുപ്പിട്ടോ ബസ് ഇപ്പൊ വരും. യാത്ര അയക്കാൻ വേണ്ടിട്ട് ടിഷ ബേബി നീച്ചിട്ടുണ്ട് അല്ലേ? ജിബ്രാൻ കുപ്പായൊക്കെ ഇട്ട് വന്നിക്കണ്. ബാഗ് അടിയടാ ടിഷ ബേബി ചിച്ചിന് അതിനൊന്നും നേരല്ലേ. ഒന്ന് ഇരുത്തി കൊടുത്തട വേഗം. മൂത്ര വെച്ചിരിക്കണടാ പാമ്പേഴ്സിൽ ആകെ മൂത്ര. ഒന്ന് താഴ്ത്തി കൊടുക്ക് ഇജ്ജ് താഴത്തേക്ക് ഇറങ്ങി കൊടുക്ക്. അധികം കട്ടിപ്പിടിച്ചണ്ടാ മൂത്രം ഉണ്ട് ബാക്കിലൊന്നായിട്ട്. മതി മതി വിട്ടള വിട്ടള. ജിബ്രാനെയാണ് ഓളെ നോക്കല്. നിങ്ങൾ പോയാല് ആട്ടി കൊടുക്കും. ജുമ്മേച്ചിനോട് മുണ്ടോട് പോര് ലൂട്ടിയോട് പോര്. ഇങ്ങോട്ട് പോര് ഇപ്പച്ചിന്റെ അടുത്തേക്ക് പോര്. അങ്ങനെ ഗൈസ് ഇന്നത്തെ ദിവസവും രാവിലെ തന്നെ നേരം വെളുത്തിരിക്കുകയാണ്. എന്നും രാവിലെ നേരം വെളുക്കുമ്പോൾ എടാ റോഡിൽ പോവല്ലേ? അത് നമ്മളെ അവസ്ഥല്ല, മറ്റൊക്കെ നമ്മളെ അവസ്ഥ ആണല്ലോ അല്ലേ? ഞാനും കായ് എടുത്ത് വാങ്ങിയല്ലേ. ഇനി രണ്ടാള് വരാനാ എന്തേ? നമ്മക്ക് മാത്രായിട്ട് ഓടണ ബസ് മാതിരിയാ. സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ അല്ലേ? ബാഗ് ഈ ഒറ്റ കൈമ തൂക്കരുത് കേട്ടോ. ഈ ഒറ്റ കൈമ തൂക്കിയാലാണ് കൈപ്പല ഇതാകുക. രണ്ട് കൈമ തൂക്ക്. എന്ത് കൈപ്പല അറിയണ സാധനത്താണ് ഇത്. രണ്ട് കൈയിട അല്ലെങ്കിൽ ബാഗിന്റെ വള്ളിയും പൊട്ടും. ഒറ്റ കൈമ വെയിറ്റ് കൂടിയാല് ബാഗിന്റെ വള്ളിയാണെങ്കിൽ ചെറുതാക്കണോ? ബാഗ് ഒന്നുകൂടി ചെറുതാക്കണോ? എനിക്കറിയില്ല ചെറുതാക്കാൻ.
അതല്ല പറഞ്ഞത് ഈ സാധനം ഇങ്ങനെയാണോ ഇങ്ങനെ ആകണം എനിക്ക് ബാഗ് ഇങ്ങനെ പൊന്തിച്ചണോ ഇത് പിടിച്ചത് റോട്ടിക്ക് ഇറങ്ങുമ്പോ ഒരു കുപ്പായിട്ട് പോകുന്നുണ്ട് ഞാനൊക്കെ കാണാൻ പറ്റുന്നതാണെങ്കിലോ ഓക്കെ നിങ്ങള് കാണിക്കാൻ നിങ്ങളും കുട്ടികളൊക്കെ ഞാൻ കൊടടുത്ത രണ്ട് ലെവലില് ഇപ്പൊ കറക്റ്റാ രണ്ടും ഒരേപോലെ എന്താ ഇതാ അബ്രു പെരീന്ന് ഇറങ്ങുമ്പോ തുടങ്ങും വെള്ളം കൂടി അല്ലേ അത് ഇബ്രുവിന്റെ കുപ്പിയാടാ ഇബ്രു എന്റെ കിറ്റി എന്നെ കൊണ്ടോണം കേട്ടോ ഓന്റിലാറെ കുറച്ചും കൂടി ചോറ് അനക്കാക്കാരുണ്ടാക അല്ല ഇതില് തുള്ളിയെ കുടിച്ചിട്ടുള്ളൂ ഓന് മഞ്ഞ കളറുണ്ടോ ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടോ അതായത് സെന്റ് ഫ്രാൻസിസ് സ്കൂളില് ഇപ്പോ 4ാമത്തെ കുട്ടിനെയാണ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയും 2-3 കുട്ടികൾ ഉണ്ടാവും. അപ്പോ സ്കൂളിന്റെ പ്രധാന മീറ്റിങ്ങുകളിലൊക്കെ കുഞ്ഞോളെ പങ്കെടുപ്പിക്കണം എന്നാണ് ഇപ്പൊ മീറ്റിങ്ങിലെ തീരുമാനം അല്ലേ? രാവിലെ ആ സ്കൂൾക്ക് പോയാൽ വൈകുന്നേരം വരാൻ പറ്റുള്ളൂ. മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ക്ലാസ്സുകാർക്ക് ഓരോ ടൈം അണ്ടിക്കാരാം. അപ്പൊ രാവിലെ ഉച്ച വൈകുന്നേരം 3 നമ്മളുണ്ടാവും. നോക്കാൻ തണുപ്പത്ത് കൊട പിടിക്കാണ്ട് കൊട മാറ്റി കൊടുക്ക ജിബ്രാന്. ബസ് വരുന്നുണ്ട്. അങ്ങനെ കേസ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ്. ബസ് ഡ്രൈവർ പേടിക്കണ്ട പോട്ടെ. അല്ല ഇന്ന് ഇവനക്ക് മടി ഉണ്ടേന് അബ്രുവിന്. എന്നിട്ടോ മാങ്ങ ഉണ്ടെന്നോ? ഉറക്കത്തിന്ന് വിളിച്ചപ്പോ എന്താർന്ന്? അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇബ്രു സ്കൂൾ പോകാൻ നേരത്താണെന്നുണ്ടെങ്കിൽ 6 മണിക്ക് നീച്ചിനോ ആളാണ്. പിന്നെ 8:30 ഞാൻ വിളിച്ചത്. പക്ഷെ ഇന്ന് എല്ലാവർക്കും ഒരു ഉറക്കം കുറച്ച് കൂടുതലുണ്ടോ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അതുപോലെ ടിഷ അറിഞ്ഞിട്ടില്ലേ ഇനി? അതന്നെ അറിഞ്ഞേ. കുപ്പിച്ചിട്ടൊക്കെ കാൽമ കുത്താൻ വേറെ വല്ലമ്മ. ചെരുപ്പും കൂടി ഇട്ടിട്ടില്ല. എടാ അതാണ് പറയണത്. ഇവിടെ കുപ്പിച്ചിലുണ്ടേന്ന്. കുപ്പായാലെ നടക്കല്ലേന്ന്. ജെറോബേ എടെ പാമ്പസ് പൊട്ടി വെക്കുമ്പോ ശ്രദ്ധിച്ചോളൂ. ഡ്രസ്സിലാണോ ഇപ്പോൾ? പഴയ സാധനങ്ങൾ കൊടുക്കാണ്ട് വെച്ചിട്ടാക്കണ നിങ്ങളെ അങ്ങനെ കൊടുത്താലോ ഗൈസ്? അങ്ങനെ ഞങ്ങളുടെ റംബുട്ടാൻ കഴിച്ചിക്കണ് നോക്കാണ് ഗൈസ്. കണ്ണ് കൊറേ ഉണ്ടേനി ഒക്കെ പക്ഷെ ചാടിപ്പോണ. പിന്നെ എല്ലായിടത്തും ഉണ്ടം പോലെ ഇങ്ങനെ അല്ലേ? എല്ലാവരാളിലും ഇങ്ങനെ ചാടുണ്ട്. അതുകൊണ്ട് പിന്നെ സങ്കടമില്ല. മറ്റേ ഞങ്ങളത് മാത്രം ചാടുകയാണെങ്കിൽ ഭയങ്കര ടെൻഷനായി കാര്യം ഞങ്ങൾക്ക്. നോക്കണേ അതിലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് റംബുട്ടാൻ കുഴിച്ചിടുമ്പോൾ ഞാനൊരു ദിക്കറ് വലിയ ഓർമ്മ ഉണ്ട്. നിങ്ങൾക്ക് ഈ പെരപ്പണി നടക്കുന്ന ടൈമിൽ ഒരു മന്ത്രം അത് പറഞ്ഞില്ല. അതേപോലെ ആ പ്ലാവ് കുഴിച്ചിട്ടപ്പോഴും ചെയ്തിനി. അതുകൊണ്ട് അത് രണ്ടും എന്താ വെച്ചാല് ഏത് ചലക്കുവോ പുതിയാപ്പിളോട് ചലക്കുവോ? പുതിയാപ്പിളോട് തർക്കത്തിലെ പറയൂടെ എന്താണ് ജന്നോ ഇന്നേ വരെ ഇതുമന്നേരം അല്ലേ അല്ലെ ഒരു കായോ വർഷം കഴിഞ്ഞിക്കണം. ഇഞ്ചിമത്തെ ചക്ക കൂട്ടാൻ വെച്ചു, പൗത്തു, ഉപ്പേര് വെച്ചു. വളം കൊണ്ടുപോയിടാറ്. ഞാൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സിന്റെ തൊലി ബാക്കിയുള്ളത് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോയിടാൻ പറഞ്ഞ അത് മടിച്ചിട്ട് അതിൻ്റെ ചോട്ട് കൊണ്ടുപോയിടും. അപ്പുറത്ത് തൊടു വേറെ ആരെങ്കിലും തൊടു കൂടാ പറഞ്ഞാല്
ഫ്രൂട്ട്സിന്റെ തൊലിയല്ലേ കിയാറിനെല്ലി ഓല തൊടു പറഞ്ഞാൽ നമ്മള് തൊടുവായി മഞ്ഞപ്പിത്തത്തിന് നല്ലത്. ഞാൻ എങ്ങനെ പെട്ടെന്ന് മെലിഞ്ഞു ചോദിച്ചിട്ടുണ്ടല്ലേ മഞ്ഞപ്പിത്തം ഗൈസ്. മഞ്ഞപ്പിത്തം വന്നതേനു അല്ലേ? ഒറ്റയടിക്ക് ഇങ്ങനെ മെലിഞ്ഞു. അത് ഞാൻ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചാ നിക്കണ്ടായിരുന്നു. എന്തേ എല്ലാരും മെണ്ണിക്കണം. മാനിയൊക്കെ എന്താ മാനി മെണ്ണിക്കണത്. അനു റൈസൊക്കെ നനഞ്ഞേക്കണം. നനഞ്ഞേക്കല്ല മെല്ലിക്കണം. അങ്ങനെ കാശ് നമ്മള് രാവിലെ തന്നെ ഈ ചെറുക്കം നോക്കാണ് സ്കൂൾക്ക്. എന്താണ് നേരം വൈകി? ശാന്തി സ്കൂൾക്കല്ലേ? ഞാൻ ശാന്തിക്കാണ് എഴുതിട്ടാട്ടോ. ഏതായാലും രാവിലെ നീച്ചപ്പോ തന്നെ ഉണ്ട് ബസ് ഇട്ടിട്ടില്ല സ്കൂള്. ഇനി മേലാലും ഞാൻ വിളിച്ചെടുത്തിട്ടോ. ഞാൻ ശാന്തി സ്കൂളാണ് എഴുതിയിട്ട് ഏറ്റത്. ഇതാ തലക്കൊക്കെ എത്തണം കേസ്. ഞാനൊക്കെ നടന്നു പോയി സ്കൂളാണ്. പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ടല്ലോ ഇന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. അതിപ്പോ കണ്ടില്ല ഉപകാരം ഉണ്ടോ? അത് അതൊക്കെ ഡെയിലി 1-2 ഉപകാരം ചെയ്യണം മനുഷ്യനാ. ഓക്കെ അങ്ങനെ ഗൈസ് നമ്മളെ സിധുവിനെ കൊണ്ടാക്കി വന്ന് അപ്പൊ ഞാൻ അതിൽ കൂടെ പോയപ്പോ അന്തം പൊട്ടു. എന്റെ തറവാട് ഗൈസ്, എന്റെ വീട് നോക്കൂ ഗൈസ്. കാട്ടിക്കൂട്ടികള് ഞാൻ വലത് ഏൽപ്പിച്ച് പോയതാ. വാ ഇവിടെങ്ങള് എന്താ അത് കാട്ടിക്കണ എന്റെ പെര. ഹൈ ഞാൻ ബല വിശ്വസിച്ച് ഏൽപ്പിച്ച് പോയതാണ് ഗൈസ്. ഇത് നല്ല പോലെ നോക്കണം, കേടെരുത്തരുത് എന്നൊക്കെ പറഞ്ഞാണ്ട് കാട്ടിക്കണോക്കാണ്. എന്താ ചെയ്യ, എന്താ ഇതിനൊക്കെ ചെയ്യ? ഇത്രയും വിശ്വസിച്ച് ഏൽപ്പിച്ച് പോയൊരു പെര കാട്ടിയ കാട്ടലാണുള്ളത്. എന്താ ഗൈസ് ഇതിന് ചെയ്യ? ഈ ആയിഷമാന്റെ നേതൃത്വത്തിലാണിത്. എന്തിന് ഇഞ്ച സൂര്യക്കേടോണ്ടാ ചവിട്ടിക്കൂട്ടി ഇപ്പൊ ഇതാക്കണം പറഞ്ഞിന്. അപ്പൊ ഞങ്ങള് അങ്ങനെ കാട്ടും. ഞാൻ ഇച്ച പൊളിച്ച് കയറ്റട്ടെ. പെര പൊളിച്ചിട്ട് പെരയല്ലോ മതിലിട്ട് കാര്യം പറയട്ടെ. പറ്റോനെ അന്നോക്കല്ല അഹങ്കാരം. അഹങ്കാരൊന്നുമില്ലോ. ഇല്ല സമാധാനായിട്ട് ജീവിച്ചു പോയാലേ ഇതൊന്നും സ്വഭാവം ശരിയില്ല. അത് സ്വഭാവം ആരുടെ ശരിയില്ലാത്തന്നില്ലത് ഓർക്കറിയാം. മതിലെട്ടാൻ തീരുമാനിച്ചില്ലേ? അപ്പൊ മതിലെട്ടാൻ തീരുമാനിച്ചു. ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയണേ. എന്ത് ചോദിക്കട്ടെ? എന്ത് പറഞ്ഞോ? എത്രയാണ് ഇത് നമ്മള് ചെലവ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ എത്രയാടാ നമ്മള് ഇല്ലതുകൊണ്ട് തന്നെ ദാരിദ്ര്യം പറഞ്ഞാണ്ടാണോ മതിലേറ്റിന്? മതിലൊക്കെ ആഡംബരാണ്. പൈസ ഉള്ളവര് കയറ്റിയാ മതി. അല്ലാതെ എടാ ഇല്ല നുള്ളി പൊറുക്കി കയറ്റിയാണെന്നില്ല സെന്റിമെന്റിൽ വർത്താനൊന്നും ഇവിടെ പറയരുത് കേട്ടോ. അതിനൊക്കെ തന്നെ പൈസ. പിന്നെ പറഞ്ഞാൽ മതിലൊക്കെ നിർബന്ധം. അതേപോലെ ആ കിണറിന് മുകളിലൊരു നെറ്റ്, ഒരു ഇരുമ്പിന്റെ നെറ്റ്. ഈ നായനൊക്കെ കുട്ടികളാണ്. പിന്നെ ഇരുമ്പിന്റെ നെറ്റില്ലേ, അതിനൊന്നും വലിയ പൈസ ഇല്ല. ഇരുമ്പിന്റെ നെറ്റില്ലേ അതൊന്ന് ആ കിണറിനിട്ട് കിണറിനത്തെ പൂപ്പല് കളയാ, പച്ചക്കളറ് കളഞ്ഞിട്ട് മുറ്റം അവിടെ മതിലിട്ടിട്ട് ഒന്ന് ഫ്ലാറ്റ് ആക്കുക. ഇന്നലെ ഫ്ലാറ്റ് ആക്കാൻ നിന്നതാ. അപ്പൊ ഇപ്പൊ എന്തെന്നെ ആയാലും അവിടെ ഫ്ലാറ്റ് ആക്കാൻ അയക്കൂല. അവിടെ കൊറേ ഇംഗൃതങ്ങൾ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുപ്പാ ഏതായാലും വന്നല്ലേ ഞാൻ കൂടിത്തരാറങ്ങാട് അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുത്ത്. പക്ഷെ പകൊരു സമ്മതില്ല. ഇനി എന്തൊക്കെയോ അവിടുന്ന് പറഞ്ഞ കെട്ടിയിട്ട് ഇപ്പൊ ഞാൻ നിർത്തിക്കൊണ്ടായിരുന്നു. ഇപ്പൊ വെട്ടി ശരിയാക്കിക്കൊണ്ട് ഇപ്പൊ നിർത്തിക്കൊണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പൊ അവിടെ ശരിയാക്കണമെങ്കിൽ JCB ആണ്. ഇതിന് ഇത് കൊണ്ടുവന്നത് പറ്റില്ല. ഹിറ്റാച്ചി വേരെടുക്കണമെങ്കിൽ ഇനിയിപ്പോ വേണം. അപ്പൊ കല്ലിന്റെ ഇത് വന്നീന് ലോഡ് അറക്കാനേ. അപ്പൊ അത് എടുത്തെങ്കിലും ഉള്ളവരോ ഇത് അറക്കാൻ പറ്റുക. അതില് ഫുള്ള് ഫ്ലാറ്റ് ആക്കിയില്ലല്ലേ മതിലിട്ടിട്ട് ഈ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സപ്പോട്ട, അടക്കപ്പഴം, ഈ വലിയ മരം അത് മാത്രം നിർത്തുക. അപ്പൊ എന്താ വെച്ചാൽ മുറ്റത്തിൽ തണലുണ്ടാവും. ബാക്കി ചെറിയ ചെറിയ തൈകളൊക്കെ അല്ലേ അതൊക്കെ ഒഴിവാക്കിയിട്ട് മൊത്തം ഒന്ന് ഒരു വൃത്തിയാക്കിട്ട് ഒരേ ലെവലാക്കിയാൽ തന്നെ ഫ്ലാറ്റ് ആയാൽ തന്നെ നല്ല വൃത്തിക്കാരം. ഞാൻ അങ്ങനെ കാട്ടില്
ഞാൻ ആദ്യം അങ്ങനെ ഇവിടെ കാട്ടീനി ഫുള്ള് ഫ്ലാറ്റ് JCB ഉണ്ടെന്നീനി അതെന്തായിരുന്നു? ഫുള്ള് നിരത്തി ഓടോണ്ട് ഇത് ചുറ്റുഭാഗം ഞാൻ കെട്ടിയത് ആ ഭാഗ്യക്കാരല്ലേ അത് മാത്രല്ല എല്ലായിടത്തും കൂടി കെട്ടീനി പിന്നെ പൊളിച്ച് ഗൾഫിൽ നിന്നിട്ട് കുറ്റിച്ചെടികളില്ലേ മൊത്തം ചെടികള് അന്നെങ്ങനെ വെച്ചാല് ഇപ്പാന്റെ ഒരു പാഷൻ ഫ്രൂട്ട് വള്ളി ഉണ്ടായിനി അതാകെ പടർത്തീനി ഞാൻ ആദ്യം JCB കാരനോട് പറഞ്ഞു ആദ്യം ആണ് നിരത്തിക്ക് പറഞ്ഞു അത് ഫുള്ളാണ് മണ്ണൊക്കെ കൊടുത്തിട്ട് ഇതിലേ 2 ലോഡോ 7 ലോഡ് മണ്ണ് 7 ലോഡ് മണ്ണിട്ടിട്ട് അത് ഫ്ലാറ്റ് എങ്ങനെ ഈ സ്ഥലം ഇതെങ്ങനെയാണ് അറിയോ നമ്മളെ പേര് അവിടെ നിൽക്കുമ്പോ ഇങ്ങനെ ഒരു സ്ഥലം നമ്മളെ പേര് ഹൈറ്റിലേനി ഭയങ്കരമായിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഇട്ടിക്കണ ഒരു 4-5 ലോഡ് മണ്ണ് ഈ കുത്തന്നെ കയറ്റം കുറയാന് കാരണം ഇവിടെയൊക്കെ എങ്ങനെയാ ചോദിച്ചാൽ ഒരു അരിച്ചാല് മാതിരിയായി മാറിയേനി എപ്പോഴും ഞാൻ പോയിട്ടില്ലേ 12 മണിക്ക് അപ്പോൾ നീച്ച അല്ലേ അതൊക്കെ അല്ലാന്നില്ല പറയാനുള്ള ബലമ്പപ്പം എന്താ അല്ല ആണ് ആണ് മുത്തു പോകാണ്ടേനി നേരത്തെ ഇവിടെ ഞാൻ അതികൂടെ പോയപ്പോ ലോഡാരം ഇതേ കരിഞ്ഞല് ആക്കണേ അവനാന്റെ പെരയിലെത്തുമ്പോ എല്ലാരും അങ്ങനെ കല്ലിന് ഇത് ഇവിടെ തട്ടാനോ അപ്പൊ ആ കാണുമ്പോ ആളെ കാണുമ്പോ നിറഞ്ഞു വന്ന് ഏറ്റങ്ങളോട് എന്താ ഞാനേ ഇത് സ്കൂൾക്ക് ഞാനാണ് മാമാട് വിളിച്ചാൻ പറഞ്ഞ കാക്കു പണി അനുവിന് ഇവിടെ വണ്ടിയില്ല ഇല്ലാത്തോണ്ടാണ് പണികളുണ്ട് അതല്ല അനുവിന്റെ സ്കൂട്ടി എന്താ ഇവിടെ അല്ലേ സ്കൂട്ടി കാറൊക്കെ കയ്യിലേക്കാണ് കാറാക്കണ അവിടെ കാറുണ്ട് ഇവിടെ സ്കൂട്ടി ഇല്ല അപ്പൊ ഞാൻ മാമാണ്ട് ഞാൻ വെറുതെ കാരണം എനിക്ക് എന്റെ വെറുതെ തീർക്കലാണ് എന്റെ ഡ്യൂട്ടി അതല്ല ഞാൻ എന്നറിയാം കാക്ക ചിലപ്പോ ഈ നേരത്തെ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു കാക്കനോട് ചോദിച്ചു നോക്കും മാമാറുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഞാന് ഇക്കാക്കാന്റെ വണ്ടി എടുത്തുകൊണ്ട് താത്താനാ വിടാനുള്ളതായിരുന്നു ആ ഓളപ്പം പറഞ്ഞേക്കുന്നോ ഓളപ്പം പറഞ്ഞേക്കണില്ല ആരല്ല അന്ന് സ്കൂൾ കട്ടാക്ക ഒരു ദിവസം ആരൊക്കെ പോയിന് അപ്പം മറിച്ചിടൂല അതേപോലെയാണ് ആരൊക്കെ പോയിന് ഞാനും അനുസരിച്ചും മുത്തോളും മുത്തോളം അപ്പളേ പറഞ്ഞു വേണ്ട വേണ്ട മനസ്സിലാത്ത 2 അല്ല 3 ഒരു ദിവസം തന്നെ 3 വണ്ടി കെട്ടിയായിരുന്നു പെരുന്നാളിന് 2 വീഴ്ച താത്ത പോയി കണ്ട് അങ്ങനെ ഒരു വീഴ്ച പിന്നെ ഇങ്ങോട്ട് തറവാട്ടിക്ക് ഓല് പോയപ്പോ അവിടെയും പോണു ഓളാണ് കിണറാണ് കുഞ്ഞിച്ചാത്താന്റെ അവിടെ കിണറാണ് നോക്കട്ടെ ഞാൻ കിണർ നോക്കിയത് ആ കിണർക്ക് ഞാൻ 2 അടിച്ചാല് പിന്നെ ഇതിൽ കൂടെ ഒക്കെ പോയി നിങ്ങള് ഈ അടിച്ചു കൂടെ പോയിനോ 3 ആളെ കൊണ്ട് 2 ആള് ഞാൻ അനുസരിച്ചാനും കൊണ്ട് കാലും മനസ്സിലാക്കില്ല അപ്പൊ ഓളോട് പറഞ്ഞു 1 വട്ടം പോയാ പിന്നെ 3 വട്ടം എന്നാണ് കണക്ക് ഇതിപ്പോ 2 വട്ടം ആയിട്ടുള്ളൂ ഇന്ന് നമുക്ക് 3 കണക്കാക്കാൻ പോകണ്ട അപ്പൊ ആ സൈഡിലൊക്കെ അത്ര അടിച്ചില്ല സ്ഥലം എങ്ങനെ വീണാലും ഒന്നില്ലെങ്കിൽ റബ്ബറിന്റെ മേലക്ക് അല്ലെങ്കിൽ കിണറുണ്ട് അവിടെ കിണറുണ്ട് പറഞ്ഞപ്പോ ഞാൻ സംശയം തീർക്കാൻ നോക്കിയത് നോക്കിക്കാ അത് ഞാൻ ആലോചിച്ചേ അവിടെ നോക്കിയിട്ട് റോട്ടിൽ പോയി അല്ല കല്ലടിച്ചാൻ പറഞ്ഞപ്പോ എന്നിട്ട് എത്രയാണ് വില 6 തട്ടം കയറിക്കണ്ടോ ബാക്കില് ഞാൻ നോക്കണത് കീറിയ തട്ടിട്ട് കണ്ട് ഇവിടെ ഞാനിപ്പോ ഇജ്ജ് വരുന്നത് അപ്പൊ ഞാൻ വരുന്നതല്ല കീറിയ തട്ട ഉപയോഗിക്കാൻ പാടില്ല ദാരിദ്ര്യം ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും അതല്ലേ പെരീന്നല്ലേ പെരീന്ന് ഇപ്പൊ കൊട്ടനട്ടങ്ങള് കീറാ മാറിക്കോള കീറാ മാറി 6,700 6700 ലോഡിനല്ലേ എത്ര ലോഡ് വേണമെന്ന് പറഞ്ഞേ 5 ലോഡാണ് അതിന്റെ കണക്ക് പക്ഷെ ഏതെങ്കിലും ഒന്നും ഉറപ്പിച്ചിട്ട് പടുവിന് എത്ര 6 തുടങ്ങണത് പടുവിനുണ്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലേ കരിങ്കല്ല് പടുവിന്റെ ആരെയും ഏൽപ്പിച്ചിട്ടില്ലല്ലോ അതെന്നെ ചോദിച്ചു നൗഫലോ നൗഷാദോ ചോദിച്ചു എന്റെ 10,000 റുപ്യന്റെ ചെടികളൊക്കെ ഇതിന്റെ ഇങ്ങോട്ടൊക്കെ എന്റെ പെങ്ങളെ പേരവിടെ കാറ്റിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയത് ഞാനെന്നെ അറിഞ്ഞിട്ട് തന്നെ അല്ലല്ലോ ആരറിഞ്ഞിട്ടില്ല ചെറുപ്പണി തുടങ്ങി
ഞാൻ പോയിട്ടോ കാണാം. അല്ല ചായ കുടിക്കാൻ വേണ്ട, ബൂസ്റ്റ് ഉണ്ട് ഒന്നും കയറൂലല്ലേ ഞാനൊക്കെ മുതലാളിയാ. അതിനെ മുതലാളിത്ത ബൂസ്റ്റ് ആണോ? നിങ്ങൾ ഫുള്ള് ബൂസ്റ്റിന്റെ ആൾക്കാരിപ്പോ 10 രൂപയ്ക്ക് അതല്ല കുർപ്പൈസന്റെ അസിനാക്ക് എവിടെ 2000 നിങ്ങൾ തരും പറയാണ്ട് കൊറേ ആയിക്കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറ്റിച്ചു വേണ്ടേ. അങ്ങനെ ഗൈസ് ടിഷാപ്പുവും കുഞ്ഞോളും മാറ്റി ഒരുങ്ങി. ഇന്നും പതിവ് പോലെ തള്ളയും മകളും മാറ്റി ഒരുങ്ങി ഇതാ ഇറങ്ങുകയാണ്. അല്ല റാഷിദ, എന്താ പരിപാടി? ഇപ്പൊ കൊറേ ആൾക്കാര് പറഞ്ഞ് തടി കുറഞ്ഞു ഇപ്പൊ ലാസ്റ്റ് ഓൾ ഇതാക്കണ വടി പോലെ ആയിക്കണ്. തടി കുറഞ്ഞ് മെലിഞ്ഞാണ്ട് 4 കുട്ടികളുടെ ഇപ്പൊ പറയില്ല കേട്ടോ. ഇപ്പൊ ഒരു പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാല് തടി പറഞ്ഞപ്പോ പല്ല് പൊന്തി. ഇന്നലെയൊക്കെ കമന്റ്സിൽ ഫുള്ള് പല്ല് പൊന്തി ഇതാ. അപ്പൊ ഇനിയിപ്പോ ഓളെ പല്ലൊന്ന് ഇതെന്താ പെണ്ണോ അത് കെട്ടിച്ചാൽ ഇങ്ങനെ കമ്പിട്ട് കെട്ടിക്ക. അപ്പൊ ഓള് പറഞ്ഞു കമ്പിടാൻ. അപ്പൊ ഞാൻ പറഞ്ഞു കമ്പിട്ട എനിക്ക് ചടപ്പാ, കാരണം അത് മൂന്ന കാണുമ്പോ തന്നെ ഒരു. അപ്പൊ ഓള് ഇപ്പത്തെ ട്രെൻഡാണ് പോലെ കമ്പിടല്. എല്ലാരും ഇടും പോലെ കമ്പിടലാണ് പോലെ ഇപ്പൊ ട്രെൻഡ്. ഞാൻ പറഞ്ഞു ആ ട്രെൻഡ് എനിക്ക് വേണ്ട, കാരണം ഇരുമ്പ് മൂന്തൈകാരം ചിരിച്ചുമ്പോഴൊക്കെ കാണാൻ ഒരു മറ്റേ ഇതിന്റെ വർക്ക്ഷോപ്പ് പോയ മാതിരി. ചിരിച്ചുമ്പോഴൊക്കെ നമ്മളെ കാറിന്റെ ഒക്കെ വർക്ക്ഷോപ്പ് പോയ മാതിരി കാരം, ആകെ ഇരുമ്പേക്കാരം സ്പാൻഡറും. അപ്പൊ നമ്മള് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇന്ന് പുതിയൊരു പരിപാടി നമ്മളെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ നല്ല സെറ്റപ്പ് ആയിട്ട് കാണാത്ത ടൈപ്പ് ക്ലിപ്പ് ഉണ്ടാവും പോലെ. അപ്പൊ അത് എന്റെ ഇവളെ ഈ പല്ലിന് പറ്റുമോ നോക്കാൻ വേണ്ടിട്ട് പോണ ആ ലൈനർ അല്ലേ, ട്രാൻസ്പെറന്റ് ആയിട്ടില്ലേ, കണ്ട പല്ലാണ് തന്നെ തോന്നുന്നു. പക്ഷെ നമ്മളെ പൊന്തിയ പല്ലൊക്കെ താവും ചെയ്യോ. ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കണം. അങ്ങനെ ഗൈസ് എന്താണ് ഗൈസ് കുഞ്ഞോളെ. അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിട്ടോ. അപ്പൊ ജിബ്രാൻ അവിടെ ഉമ്മാന്റെ അടുത്ത്, കുഞ്ഞോളെ ഉമ്മ ഉണ്ട് അപ്പൊ അവിടെ. അപ്പൊ അവിടെ ജിബ്രാൻ അവിടെ ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങാണ് അല്ലേ. നമ്മളിവിടെ ഇടവണ്ണപ്പാറ എന്താണ് മമത ഗ്രാൻഡ് സിറ്റിയില്. ബക്കിന് ഇടക്ക് വെള്ളയിൽ ഉണ്ടാവണോണ്ട് ഏതാന്നൊന്നും അറിയില്ല, എന്നാലും പറഞ്ഞു ഇറങ്ങുന്ന ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് ഫുഡ് എത്തിയിട്ടുണ്ട്. ചട്ടിച്ചോറാണ് കുഞ്ഞോട് പറഞ്ഞല്ലേ. ചട്ടിച്ചോറല്ലായിരുന്നു, ചട്ടിയല്ല എനിക്ക് വേണ്ടത്. അവിടെ വെക്കല്ലോ കേട്ടോ, ഇത് വെച്ചിട്ട് അതിന് മേലെ അയച്ചു. ബിരിയാണി ഇതറാവോ ബിരിയാണി ഓക്കെ. ഓക്കെ എന്താ കുറവുള്ളത് നോക്കട്ടെ. എങ്ങനെയുണ്ട് ചട്ടിച്ചോറ്? എന്തൊക്കെയുണ്ട് ചട്ടിയിൽ? ചമ്മന്തി, ഫിഷ്, ബീഫ്, മുരിങ്ങാത്തോരൻ, കോഴിമുട്ട പൊരിച്ചത്, കൊണ്ടാട്ടം മുളക്, സാമ്പാർ അല്ലേ, പായസം. ടിഷ്യോ എനിക്ക് എന്താ ഉണ്ട്? ചട്ടിച്ചോറോ എന്താ ഉണ്ട്? ഞാൻ പിന്നെ ബിരിയാണി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണം കഴിക്കണം, ബിരിയാണി ഇട്ടുള്ളൊരു കളിയില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കലോട് കഴിഞ്ഞല്ലോ ഞങ്ങളെ. ടിഷ്യോ എങ്ങനെയുണ്ട് ഫുഡ്? ഓളോട് ചോദിച്ചിട്ട് എത്താ കാര്യമില്ല, നിങ്ങള് മുണുങ്ങിയാണ്ട് ഇന്നോട് ചോദിച്ചിട്ട് എത്താ കാര്യം. എന്തായാലും റാഹത്തായില്ലേ? വാ കേറുന്ന വണ്ടി കയറി. അങ്ങനെ കഴിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തില്ലേ കോഴിക്കോട്. അപ്പൊ നമ്മളെ ലിബർട്ടി ഡെന്റൽ ക്ലിനിക്കിലാണല്ലേ നമ്മളുള്ളത്. ലിബർട്ടിയില് പോലെ ഇതെന്താ തൊള്ളയും പൊളിച്ച് വെക്കുമ്പോ കേസോളിഞ്ഞോട് ചൂടാകുക. ഞാനൊറ്റ എന്താ ക്ലിപ്പ് ഇടുന്ന നേരത്തെ തൊള്ള ഉറക്കണ നേരത്തെ അതിലൊന്നും കൊണ്ട് മൊബൈലും കൊണ്ട് വരുന്നത് ഇച്ചല്ല തീരുമാനിച്ചില്ലേ. അങ്ങനെ ഞങ്ങൾ ലിബർട്ടി ഡെന്റൽ സ്റ്റുഡിയോയില് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡിയർ ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ. എന്താണ് നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഡോക്ടർ നിഹാൽ. ഡോക്ടർ നിഹാൽ ഡിയർ ഡെന്റിസ്റ്റ് എന്നാണ് ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത്. ഞാൻ മൊട്ട ഡോക്ടർ പേര് അങ്ങനെയല്ലേ. ഇത് ഡോക്ടർ അലീഷ അല്ലേ? ആ ഓക്കെ. പിന്നെ ഇതൊക്കെ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണോ. അപ്പൊ കുഞ്ഞോളെ മെയിൻ പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ,
ഓള് തടി കുറഞ്ഞപ്പോ പല്ല് പൊന്തി. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നും പ്രശ്നങ്ങളാണ്. അപ്പൊ ഓളെ ക്ലിപ്പ് ഇടാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പൊ ക്ലിപ്പ് ഇടുമ്പോ എനിക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. ഒരു വർക്ക്ഷോപ്പൊക്കെ നോക്കിയ മാതിരിക്കാരും അതിൽ കുറെ സ്പാൻഡറും സ്ക്രൂ ഡ്രൈവറൊക്കെ ഉള്ള മാതിരി. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഇതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി അത് തപ്പി ഇറങ്ങിയത് ഞങ്ങള്. അലൈനേഴ്സ് അതിനുള്ള സെറ്റപ്പ് ഫെസിലിറ്റി ഒക്കെ അല്ലേ അവിടെ. അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഓളെ പല്ലിന് പറ്റിയൊരു സാധനം സെറ്റാക്കി കൊടുക്കണം. പൈസ നോക്കണ്ട, ഇത് കഴിഞ്ഞോളെ ഉഷാറായാ മതി. ഇത് എങ്ങനെയാണ് റിസൾട്ട്? എത്ര മാസം കൊണ്ടാണ്? ഇപ്പം പേര് കുഞ്ഞോളല്ലോ, റാഷിദല്ലേ. റാഷിദിന്റെ കേസിൽ ഒരു 5-6 മാസം കൊണ്ട് മാക്സിമം ഫിനിഷ് ആവുന്ന രീതിയിലാണ്. അങ്ങനെ വലിയ രീതിയിൽ പൊങ്ങലൊന്നും ഇല്ല. മൈൽഡ് കറക്ഷനേ ഉള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. പല്ലൊന്നും പറിച്ചുള്ളിലേക്ക് ഒരുപാട് താത്തേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് താങ്ങുമ്പോഴത്തേക്കും റിസൾട്ട് വരും. സ്മൈലിലേക്ക് അതിനനുസരിച്ചുള്ള സ്പേസ് ഒക്കെ ക്ലോസ് ആയി അലൈൻ ചെയ്ത് ലേശം പൊങ്ങലുള്ളൊന്ന് അപ്രൈറ്റ് ആക്കിയാൽ മതി. ക്ലിയർ ചെയ്താൽ മതി. സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സ്ട്രിപ്പ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു 5-6 മാസം കൊണ്ട് പ്രോപ്പർ ആയിട്ട് വയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്ക് ദൂരെ വെച്ചാൽ ആ റിസൾട്ട് വരില്ല. അത് റിസ്ക് ആണ്. പിന്നെ പഴയ പോലെ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റില്ല. കറക്റ്റ് ആയിട്ട് പോകണം. പക്ഷെ അത് വായില് വെച്ചത് അറിയൊന്നുമില്ലല്ലോ. അങ്ങനെ അറിയൊന്നുമില്ല. ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടാവും, ഒരു ഡിസ്കംഫർട്ട് പോലെ. 1 to 2 വീക്സിന്റെ ഉള്ളിൽ ഒന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ശരിയായി. സംസാരിക്കുമ്പോഴും ചെറിയൊരു തടസ്സം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കേൾക്കുന്ന ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല, നോർമലായിട്ട് കേൾക്കുന്ന പോലെ തന്നെ തോന്നും. പക്ഷെ നിങ്ങൾക്ക് വെക്കുമ്പോൾ നിങ്ങളാണ് സംസാരിക്കണേ, അത് കുറച്ചിങ്ങനെ ഒരു തടസ്സം പോലെയൊക്കെ ഫീൽ ചെയ്യും. അതൊക്കെ ശരിയാവും. എന്നെ നോക്കിയിരിക്കുന്നത് കേറി വെക്കല്ലേ. യൂസ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് തന്നെ എടുത്ത് വെക്കുക. രണ്ടാമത്തെ യൂസ് ചെയ്യാൻ കുട്ടിക്ക് സാധനം അല്ലേ. ഇതുപോലെ ക്ലിയർ ആയിട്ട് ഗ്ലാസ് പോലെ ഉണ്ടാവുക. ഞാനെങ്കിൽ ഈ കളറിലാണ് വരുന്നത്. അല്ലല്ല, അത് മോഡലിന്റെ കളറില് അതിന് പറിച്ചെടുക്കല്ലേ. മോഡൽ എടുത്ത് മാറ്റും. ഇതൊരു ഷേപ്പ് മാറാതിരിക്കാൻ വേണ്ടിട്ട് മോഡൽ കൊടുത്ത് വിടുന്നതാണ്. ഇങ്ങനെ ഒറ്റ ട്രൈ. ഇതിപ്പോ മൊഡ്യൂളാണ്, നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇതുപോലെ സിംഗിൾ ആയിട്ട് ഒറ്റ ആയിട്ടാണ് വരും, ഒറ്റ പീസായിട്ട്. ഇത് നമ്മളെ പല്ലത് പല്ലിന്റെ മോഡലാണത്. എന്റെ പല്ലടി നമ്മൾ സ്കാൻ ചെയ്തില്ലേ, അതാ സ്കാൻ ചെയ്ത് അവർ പ്രിന്റ് ചെയ്യും, 3D പ്രിന്റ് ചെയ്യും. അതിന്റെ മേലെയാണ് അത് ചെയ്യുക. മുത്ത് വെക്കും പറഞ്ഞാല് പൊന്തല്. അത് പല്ലിന് നടത്തില്ല വരിക, റൂട്ട് കളറാ വരിക. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ അലൈനേഴ്സ് കേട്ടോ. അതായത് ഇതിൽ ഓരോ നമ്പറുകളാണ്. ഒന്ന് ആദ്യത്തെ ആഴ്ച അല്ലേ, ഇടാനുള്ളത് അല്ലേ. ഒരു സെറ്റ് 14 ദിവസമാണ് കേട്ടുണ്ട്. ഒരു സെറ്റ് 14 ദിവസം അല്ലേ. വേദനയൊന്നുമില്ലല്ലോ. വേദനയല്ലല്ലോ, എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞിട്ടിപ്പോ? ഉണ്ട്. പക്ഷെ സംസാരിക്കുന്നതിനൊക്കെ ഓക്കെ അല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടോ സംസാരിക്കാൻ? എന്തൊരു സാധനം അവിടെ ഇരിക്കുന്ന പോലെ ഉണ്ട്. ഒരു പ്രഷറും ഉണ്ടാവും. വേദനയായിട്ടുണ്ടോ? നമ്മൾ കമ്പി ഇടാൻ പോകുമ്പോൾ കമ്പി ഇടുന്നതിന് തമ്മിലുള്ള മെയിൻ ഒരു ഡിഫറൻസ് അതാണ്. കമ്പി ഇട്ടവർക്കും അറിയാം ഇത് ടൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഭയങ്കര വേദനയായിരിക്കും, സഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യം ചിന്തിക്കുന്ന തന്നെ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് കാരണം കമ്പി ഇടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു. അതേപോലെ ഈ കമ്പി ഇട്ട് കഴിഞ്ഞാൽ പൊതുവെ പല്ലിന് കംപ്ലൈന്റ് വരാറുണ്ട്, കേട് വരാറുണ്ട്. ബ്രഷിംഗ് ഒന്നും പ്രോപ്പർ ആവത്തില്ല. ഈ കമ്പി ഇട്ട് നമ്മൾ സ്റ്റീലിന്റെ ഒരു സാധനം ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ബ്രഷിംഗ് ഒന്നും പ്രോപ്പർ ആവത്തില്ല. ഇതാകുമ്പോൾ നമ്മള് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പല്ല് കഴിക്കുന്നത്, നമ്മുടെ പല്ലിന്റെ ആയിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ബ്രഷിന് വരുന്നുണ്ട്. അതാണ് ഈ കേട് വരുന്നത്. ഫുഡ് കഴിക്കുമ്പോ എന്ത് ചെയ്യേണ്ടത്? ഫുഡ് കഴിക്കുമ്പോ മാത്രം ഇത് ഊരി വെക്കാം. അല്ലാത്തപ്പോ വെള്ളം കുടിക്കുമ്പോ കുഴപ്പമില്ല. പക്ഷെ ചൂടുവെള്ളമോ ജ്യൂസ് അങ്ങനെയൊക്കെ കുടിക്കുമ്പോ റിമൂവ് ചെയ്യാം. ജ്യൂസ് കുടിക്കുമ്പോഴും കുഴപ്പമില്ല. പക്ഷെ ഈ ട്രേയുടെയും പല്ലിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഈ ജ്യൂസ് കയറും. അപ്പൊ ഒന്നെങ്കിൽ കുടിച്ച് കഴിഞ്ഞിട്ട് ഊരി ക്ലീൻ ചെയ്യുക. മറന്നു പോവുകയാണെങ്കിൽ ഇപ്പം ഇത് വെച്ചിട്ട് ജ്യൂസ് കുടിച്ചാൽ ആയിപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അത്. നമുക്ക് ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളിത് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അക്രിലിക് ആണ് മെറ്റീരിയൽ. അക്രിലിക് അല്ലേ ഇത്. ഇത് ഈ ഒരു പോളി എത്തിലിൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക്കിന്റെ തന്നെ വേറൊരു
ഇതിന് കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്. നോർമൽ പ്ലാസ്റ്റിക് അല്ല നമ്മുടെ, നമ്മൾ കുറച്ച് ഉരുകി പോവുക അങ്ങനെയൊക്കെ. ഇതിന് അങ്ങനത്തെ ബ്രേക്കബിൾ അല്ല ഇത്. നമ്മൾ ഷേപ്പ് മാറ്റാൻ ശ്രമിച്ചാലൊന്നും അതിനൊന്നും ഷേപ്പ് ചേഞ്ച് ഒന്നും വരത്തില്ല. ഓക്കെ, മൊത്തം പവിഴൊക്കെ വെച്ചോ? അരിയിൽ പോലും ഉണ്ടാവില്ല, നമ്മുടെ പല്ലിന്റെ അതേ കളറിലാണ് ഇത് കേട്ടോ. ഇത് വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത് ട്രേ ഐഡന്റിഫൈ ചെയ്യാം, മേളിൽ ഏതാണ് താഴെ ഏതാണ്. ഈ മുൻവശത്ത് നോക്കിയാൽ ഫ്രണ്ടിൽ 2 വലിയ പല്ല് കാണുന്നുണ്ടേ, അത് മുകളിലത്തത്. അപ്പൊ താഴെ നോക്ക്, കുഞ്ഞു പല്ല് കാണുന്നത്, അപ്പൊ അത് താഴത്ത്. മുകളിലത്തെ ഏതാണ് താഴത്തെ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ട് നമുക്ക് അധികം ഡിസ്റ്റൻസ് പാടില്ല. അത് ട്രേ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് പഴുത്ത് നല്ല ചേർന്നിരിക്കുന്നില്ലേ. അപ്പൊ ഇത് ലൂസൊക്കെ ആവുകയാണെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ കണ്ടോ, ഈ സൈഡിൽ കണ്ടോ, അപ്പൊ ട്രെയും പല്ലും തമ്മിൽ ഇരിക്കുന്നില്ലല്ലോ. ഇതുപോലെ വരുവാണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പല്ല് അങ്ങനെ വരുവാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതേപോലെ തന്നെ ഞാനിപ്പോ റിമൂവ് ചെയ്തതുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ബാക്കിൽ ഞാനും പ്രതീക്ഷയെക്കാളും കൂടുതൽ നേരത്തെ ആയല്ലോ. ഇപ്പൊ 2:30-2:45 ഞാനത് ഡോക്ടറോട് പറഞ്ഞതേ, 4:50 മണിക്ക് കൊടുത്തു. ഡോക്ടർ എക്സ്പീരിയൻസ് ഇതിന്റെ ഒരു മുഖ്യ ഘടകമാണ് അല്ലേ? അതെ, വെറുതെ ശരിക്കും കുറച്ച് സ്പീഡാണ് കേട്ടോ എല്ലാരെക്കാളും. ആൾക്കാർക്ക് ചടക്കൂലേ ടെക്നോളജി അത്രയും ഇപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അത്രയും പ്രിസൈസ് ആയിട്ട് കാണാം. ഇപ്പൊ പരിപാടി വേഗം നടക്കും നോക്കുന്നത്. ഇതിപ്പോ ഒരു അത്രയും മാഗ്നിഫിക്കേഷനിൽ കാണാൻ പറ്റും എനിക്ക്. അതിന്റെയും കൂടി ആ സ്പീഡ് വരുന്നത്. അത് യൂസ് ചെയ്തത് നന്നായി. ഞാനത് യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മള് വീണ്ടും നോക്കും, വീണ്ടും നോക്കണം. ഇത് കറക്റ്റ് എനിക്ക് കാണാൻ പറ്റും അത്രയും ക്ലോസർ ആയിട്ട്. അതുകൊണ്ട് സ്പീഡ് വരും. അഡ്വാൻസ്ഡ് ടെക്നോളജി, അതാണ് മെയിൻ ആയിട്ട് ലിബർട്ടി ഡെന്റൽ ക്ലിനിക്കിന്റെ പ്രത്യേകത അല്ലേ? എന്തായാലും ഞാൻ നിങ്ങളെ നമ്പർ താഴെ ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മളെ പോലെ അതേപോലെ ക്ലിപ്പ് ഇടുന്നത് ബോറാണെന്ന് വിചാരിച്ചിട്ട് ക്ലിപ്പ് ഇടാതിരിക്കുന്നവരും വേദന കൊണ്ട് ക്ലിപ്പ് ഇടാതിരിക്കുന്നവരും ഇതൊരു സംഭവമായിട്ട് താങ്ങി പിടിച്ച് വായിൽ കൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇങ്ങനത്തെ ട്രാൻസ്പെറന്റ് ക്ലിപ്പിട്ട കുഞ്ഞോളാണിത്. അപ്പൊ ഇതേപോലെയുള്ള ഒരു ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ അലൈനറൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ ലിബർട്ടി ഡെന്റൽ ക്ലിനിക്കിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക, വിളിച്ചു നോക്കുക ഗായ്സ്. ഓക്കെ, ഇതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മള് ബാക്കി ഇതിന് മുന്നേ ശേഷം നമ്മള് എത്ര 6 മാസം അല്ലേ? 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ? പോളിഷ് ചെയ്യാൻ വരുമ്പോ അല്ലേ? അന്ന് ഡോക്ടർ ഉണ്ടാവൂലേ? അങ്ങനെ ഗായ്സ് ഞങ്ങളെ കോഴിക്കോട്ട് നിന്ന് പല്ലിന് ക്ലിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മടങ്ങിയില്ലേ? ക്ലിപ്പ് അതോട്ടെ ക്ലിപ്പേ ചിരിച്ച ഞങ്ങള് ജസ്റ്റ് ഒരു പുഴ ഇങ്ങനെ കണ്ടപ്പോഴേ, കുത്തിയൊഴുക്കുള്ള പുഴ ഇങ്ങനെ കണ്ടപ്പോ ജസ്റ്റില്ലേ എന്താ വൈബില്ലേ? അതിവിടെ മറ്റേതുണ്ടേ ഡാമല്ല എന്താ ഇതിന് പറയാ ഈ സാധനത്തിന്? കെട്ടിങ്ങലൊക്കെ പറയണ മാതിരി ഡാമല്ല, ഇതിങ്ങനെ താഴ്ത്തും പൊന്തിച്ചും ചെയ്യും. ഷട്ടറുണ്ടേ, ടീഷയ്ക്ക് ഷട്ടർ പറഞ്ഞപ്പോ ചീറി. ടിഷ ഷട്ടർ ടിഷ എന്താ വൈബിലെ ഗൈസ്? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം അല്ലേ? മൊബൈല് 2 കൈയോട് പിടിക്കട്ടെ, മൊബൈല് 2 കൈയോട് പിടിക്കട്ടെ, പോയാ പിന്നെ നോക്കണ്ട. അങ്ങനെ ഗൈസ് ഞങ്ങൾ എവിടെ എത്തി? ഞങ്ങളെ വീട്ടിലേക്ക് എത്തില്ലേ? ബേബിയെ ബേബിയെ ബേബ് ഇബ്രാഹിം, അബ്രഹാം ആൻഡ് ജിബ്രാൻ ഇവരുടെ കൂട്ടത്തിലെത്തില്ലേ? ഇറങ്ങല്ലേ? ഇറങ്ങാനായോ ടിഷ? അതാ 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 ഒരാള്. നിങ്ങള് പൊളിച്ചടിച്ചില്ലേ കാറ്? അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ജിബ്രാൻ തൊള്ള തുറന്നാ ബുക്ക് വരെയുള്ളതാ.
അങ്ങനെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സന്തോഷമില്ല എല്ലാവർക്കും. അപ്പൊ ഞങ്ങള് പോന്നപ്പോഴേ നമ്മളെ ജിബ്രാൻ ഒരു ബാഗും ഒരു വാട്ടർ ബോട്ടിലും വാങ്ങിട്ടോ. അതായത് അപ്പൊ എന്താ പഠിപ്പിച്ചേ നാളെ മുതൽ ഇനി സ്കൂൾക്ക് പോണ്ടോ തന്നെ എന്താ ഓന്റെ ആഗ്രഹം? ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയല്ല. ഓന്റെ വിചാരം എന്താ അറിയോ? തോന്നുമ്പോ ഇങ്ങനെ പോകാതെക്കാൻ പറ്റണതാണ് സ്കൂളിൽ. അതിനിജല്ലേ തീരുമാനിച്ചല്. സുഖായിട്ട് അതിന് സുഖായിട്ടും അങ്ങനെ എന്നുണ്ടെങ്കിലേ നേരത്തെ എഴുതി കൂടെ അന്തപുട്ട് നടക്കലല്ലേ. വേഗം ഉറങ്ങുക കേട്ടോ. വേഗം നേരത്തെ വേഗം ചോറ് കൊടുത്ത് ഉറക്കണുണ്ടോ? എന്റെ കുട്ടിന്റെ ഉറക്കം കളയണ്ട. മെസ്സിന്റെ പല്ലിന് ക്ലിപ്പ് ഇട്ട കണ്ടങ്ങള് അടുത്ത് പോയി വെക്കാനുള്ള കാന പ്ലാസ്റ്റിക്കിന്റെ ഇല്ലേ? പല്ലിന്റെ അതേ ക്ലിപ്പ് തന്നെ. എനിക്കാണോ പല്ലില്ലല്ലേ